Praise the Lord. Hallelujah. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒന്നിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധിച്ചു. മാരി പോലെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പെയ്തിറങ്ങി. കർത്തൃദാസന് ദൈവം അധികാരത്തോടെ നിർത്തി. തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് എല്ലാവരും ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണം. ക്രൂശിന്റെ മറവിൽ ഇവനെ നിർത്തണം. ദൈവാത്മാവിന്റെ രാത്രി ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വചനത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കണം, ജനത്തെ അനുഗ്രഹിക്കണം. എല്ലാ വെല്ലുവിളികളെയും ദൈവം ശാസിക്കണമേ. ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന സകല തടസ്സങ്ങളെയും സ്വർഗം നീക്കുന്ന രാത്രി ഞങ്ങളുടെ നടുവിൽ വചനത്തിൻ്റെ വലിയ പ്രകാശനങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണം. സകലമാന മഹത്വം പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രിക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ, അതുപോലെ എനിക്ക് മുൻപായി ദൈവവചനം സംസാരിച്ച ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജി മിക്കായൽ അവർകൾ, ബഹുമാന്യ കർത്തൃദാസൻ പ്രിയ സോമൻചാൻ, പ്രിയ അച്ഛൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ ഈ ഗാനത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയ ബ്രദർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവവചന അധ്യാപകൻ എന്ന നിലകളിൽ ഒക്കെ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപ് ഞങ്ങൾക്ക് അധികം പരിചയമില്ലെങ്കിലും കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയാം, പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. കർത്തൃദാസനുമായി ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ജോജി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിലമ്പൂരായിരിക്കുമ്പോൾ അവിടെ നടന്ന സെൻട്രൽ കൺവെൻഷനാണ് തോന്നുന്നു, എടക്കരയിൽ നടന്ന കൺവെൻഷനും അതുപോലെ മറ്റൊരു മീറ്റിങ്ങിനും കൺവെൻഷനുകളിൽ സംബന്ധിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സെൻറ്ററിന് നേതൃത്വം നൽകുന്നതും വിവിധ വ്യത്യസ്തമായ മീറ്റിങ്ങുകൾ അവിടെ പ്രിയ പാസ്റ്ററിലൂടെ ക്രമീകൃതമാകുന്നതും അതിന് നേതൃത്വം നൽകുന്നത് കാണാൻ ദൈവം അവസരമൊരുക്കി. അവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരമൊരുക്കി. അതൊക്കെ അഭിമാനത്തോടുകൂടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ പകല് മുഴുവൻ വിവിധ സ്ഥലങ്ങളിൽ ഏഴംകുളത്തുള്ള ജെറുസലേം ഗോസ്പൽ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രിയുമായി ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ പരസ്യ യോഗങ്ങളായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഓടിയെത്തുന്നത് സ്തോത്രം, ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാറ് വന്ന് ഇടിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ആർക്കും മുടിനാരിന് പോലും ഒരു കേട് സംഭവിക്കാതെ എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കരുതലുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ശാരീരികമായ അല്പ അസ്വസ്ഥതകളുണ്ട്, കണ്ണിന് അല്പമായ അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയങ്ങൾ എന്നോട് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൂടുതലായി എനിക്ക് അക്ഷരങ്ങൾ നോക്കി അത് വായിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത വിധത്തിൽ അല്പമായ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. സമയം പോയതുകൊണ്ട് തന്നെ ഞാനും വളരെ തിടുക്കത്തിലാണ് ഓടി വന്നത്. അടുത്ത് വരുന്ന അടുത്ത് വന്ന ശേഷമാണ് വാഹനങ്ങളെ പലതും കണ്ടത്. പല പ്രയാസങ്ങൾ സംഭവിക്കാമായിരുന്നു. അവിടെയെല്ലാം ദൈവം സൂക്ഷിച്ചു. ദൈവം ക്ഷേമത്തോട് കൂട്ടിവരുത്തി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവവചനം 34-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിക്കാം. 34-ാം സങ്കീർത്തനം 1-ാമത് വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ
ഇരിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെയാണ് സങ്കീർത്തനക്കാരൻ ഇത് പറയുന്നത്, ദാവീദ് പറയുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും യഹോവ എന്ത് ചെയ്യും? വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഒരു ഭക്തൻ്റെ പ്രാഗൽഭ്യം കണ്ടു, അത് പറയാനുള്ള തൻ്റെ ഇടം കണ്ടു. ആ വാക്യങ്ങൾ വായിച്ച് പലപ്പോഴും ബലപ്പെടാറുണ്ട്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ നാവിന്മേൽ എപ്പോഴും ഉള്ളത് അവൻ്റെ സ്തുതിയാണ്, അവൻ ആരാധനയാണ്, അവന് മഹത്വം അർപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ ആ വാക്കുകൾ. ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ തലക്കെട്ടിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകാറുള്ളത്. അതിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ അതൊന്ന് വായിക്കുമോ? അപ്പോൾ അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുന്ന ദാവീദ്. ഈ തലക്കെട്ട് വായിച്ചപ്പോൾ എനിക്ക് രസകരമായി തോന്നിയത് അഭിനയിക്കുന്ന ദാവീദിനെയാണ് കണ്ടത്. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം അഭിനയിക്കുന്ന ദാവീദും അഭിനയിക്കാൻ അറിയാത്ത ദാവീദും. പ്രൈസ് ദി ലോർഡ്. അഭിനയിക്കുന്ന ദാവീദും അഭിനയിക്കാത്ത ദാവീദും. സ്തോത്രം. ചില സമയങ്ങളിലൊക്കെ ദാവീദിൽ ഒരു അഭിനയമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്ത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആത്മീക ലോകത്തിൽ കാണും, ഭയങ്കര അഭിനയമാണ്. സ്തോത്രം. ചിലരുടെയൊക്കെ സ്തോത്രം കേൾക്കുമ്പോൾ സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ചുമ്മാതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുള്ളവരാണ്. വിവിധ സുവിശേഷ യോഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർ ഓടി വന്ന് ആ സ്തോത്രമൊക്കെ പറയുമ്പോൾ അബ്രഹാം ദൂതന്മാരെ നിലം വരെ കുനിഞ്ഞ് സ്വീകരിച്ച അതേ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അവിടെ നിന്ന് അവർ മാറിക്കഴിയുമ്പോൾ അവരുടെ ആ ശൈലിയും അവരുടെ സംഭാഷണവും കേൾക്കുമ്പോൾ മുമ്പ് പറഞ്ഞ സ്തോത്രമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഭിനയിക്കുന്നവനെ അല്ല ദൈവത്തിന് ഇഷ്ടം, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ മനസ്സുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ അഭിനയിക്കുന്ന ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ വെച്ച് താൻ എന്ത് ചെയ്യുകയാണ്? അഭിനയിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ എത്തുമ്പോൾ, അബീമേലെക്ക് അതായത് ആഖീഷ് രാജാവിൻ്റെ മുൻപിൽ എത്തുമ്പോൾ അവിടെ ആളുകൾ പാടുന്ന ഒരു പാട്ടുണ്ട്. 11-ാം വാക്യം. എന്നാൽ ആഖീഷിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 ആമേൻ എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെ കുറിച്ചല്ലയോ?
പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ഏലാ താഴ്വരയിൽ നടന്ന ആമേൻ അല്ലെങ്കിൽ ഏഫോസ് ദമ്മിൽ വെച്ച് നടന്ന പ്രൈസ് ദി ലോർഡ് ആ ഒരു വിജയത്തിൻ്റെ ആമേൻ ആവേശവും ആ ഗാനപ്രതിഗാനം ചൊല്ലിയ സംഭവ പശ്ചാത്തലങ്ങളുമൊക്കെ ദേശങ്ങളിലേക്ക് അതിൻ്റെ കീർത്തി പരന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദിനെ കുറിച്ച് ആമേൻ ഭൃത്യന്മാർ രാജാവിനോട് പറയുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു. ദാവീദ് ഭയപ്പെട്ടിട്ട് ആമേൻ ആകീഷിന്റെ മുന്നിൽ ദാവീദ് അഭിനയിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ അഭിനയത്തിൽ രാജാവ് സമ്മതിച്ചു. ഇവൻ ആരാണ്? ഇവനൊരു ഭ്രാന്തനാണ്. ഇവനൊരു ഭ്രാന്തനാണെന്ന് ദാവീദിൻ ആമേൻ രാജാവിന് ആമേൻ അത് ഉറപ്പിക്കുമാറായിരുന്നു ദാവീദിന്റെ അഭിനയം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ പറയാം, ആത്മീയതയുടെ അഭിനയം കാഴ്ചവെക്കുന്ന ഒത്തിരി ആളുകൾ ക്രൈസ്തവ ലോകത്തുണ്ട്. അതിൻ്റെ നടുവിൽ വിശ്വസ്തന്മാരുടെ കൂട്ടത്തെയാണ് എൻ്റെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസ്തന്മാരായി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ആ പ്രാഗൽഭ്യത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവിന്റെ മുൻപിൽ ബുദ്ധിഭ്രമം നടിച്ചു, അഭിനയിക്കുകയാണ്. അഭിനയം കണ്ടിട്ട് ദാവീദ് ആമേൻ രാജാവ് പറഞ്ഞു, ഇവനൊരു ഭ്രാന്തനാണ്. ഇവിടെ ഇഷ്ടം പോലെ ഭ്രാന്തന്മാരുണ്ട്, ഇനി ഇവനെ കൂടെ. അപ്പൊ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ഇയാളുടെ ഈ അരമന മൊത്തവും അവിടെ ആ ദേശത്തേക്ക് ഇഷ്ടം പോലെ എന്തുകൊണ്ട് ഭ്രാന്തന്മാരുണ്ട്. സ്വതന്ത്രം വിവിധ ഭ്രാന്തന്മാരെ രാജാവ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആകത്തുക മനസ്സിലാക്കിയപ്പോൾ ദാവീദിന്റെ ഈ ഭാവവും മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ രാജാവ് ഉറപ്പിച്ചു, ഇവനൊരു ഭ്രാന്തനാണ്. സ്തോത്രം, സ്തോത്രം. ദാവീദിനെ അവൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദാവീദിന് രാജാവിൻ്റെ മുൻപിൽ അഭിനയിക്കേണ്ടി വന്നു. സ്തോത്രം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷേ പലയിടങ്ങളിലും ദാവീദ് അഭിനയിച്ചിട്ടുണ്ട്. സ്തോത്രം. പലയിടങ്ങളിലും ദാവീദ് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് നമുക്ക് ആമേൻ ഇതിലൂടെ ലഭിക്കുന്ന ദൈവവചനത്തിൻ്റെ ആലോചനകൾ, ചിന്തകൾ ആരാധിപ്പാനൊക്കെ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ദൈവത്തിന് സ്തോത്രം. ആമേൻ ഊരിയാവിൻ്റെ മുൻപിൽ ദാവീദ് നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ ദാവീദ് കുറ്റമേറ്റു പറഞ്ഞു. സ്തോത്രം. നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് മതി. ഇവിടെ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോട് കൂടെയുള്ള തൻ്റെ ചേകവരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. പക്ഷെ ദാവീദ് മാത്രം എന്ത് ചെയ്തില്ല? പോയില്ല. പ്രൈസ് ദി ലോർഡ്. യുദ്ധങ്ങൾക്ക് ആമേൻ യുദ്ധമുന്നണിയിൽ നിന്നുകൊണ്ട് യുദ്ധങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട രാജാവ് യുദ്ധത്തിന് പോകാതെ കൊട്ടാരത്തിനകത്ത് ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. മുന്നണിയിൽ നിന്ന് പോരാടേണ്ടവർ, പ്രാർത്ഥനയിൽ മുൻപിൽ നിൽക്കേണ്ടവർ, അഭിഷേകത്തിൽ മുന്നിൽ നിൽക്കേണ്ടവർ, ദൈവകൃപയിൽ മുന്നിൽ നിൽക്കേണ്ടവർ പലരും പിന്നോക്കം മാറുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, നീ പുറകോട്ട് മാറി നിൽക്കാനുള്ളവനല്ല, പുറകോട്ട് മാറി നിൽക്കാനുള്ളവളല്ല, നിന്നെ മുന്നോട്ട് കൊണ്ടുവരാനാ ദൈവത്തിന്റെ പദ്ധതി. അഭിഷേകമുള്ള നീ പുറകോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുന്നോട്ട് കയറി വരണമെന്ന് ആത്മാവ് നിന്നോട് വാദിക്കുമ്പോൾ എത്ര പേർക്ക് അതിന് സമർപ്പിക്കാൻ മനസ്സുണ്ട്? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. എനിക്കിവിടെ നിന്ന് ഒത്തിരി ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. സോറി, ക്ഷമിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പൊ യുദ്ധത്തിന് പോകേണ്ട ദാവീദ്, യുദ്ധ മുന്നണിയിൽ നിൽക്കേണ്ട ദാവീദ്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട ദാവീദ്, ആമേൻ ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, അന്തപുരത്തിൽ ഉറങ്ങിപ്പോയി. അന്തപുരത്തിൽ ഉറങ്ങിപ്പോയി.
ഉപവസിക്കേണ്ട നീ, പ്രാർത്ഥിക്കേണ്ട നീ, അഭിഷേകത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ട നീ, വിളിച്ച് ദൈവം വേർതിരിച്ച നീ മയക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉണരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്, പടക്കളത്തിൽ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പടക്കളത്തിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ പദ്ധതിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ നീ എവിടെയോ മയങ്ങിക്കിടക്കുന്നെങ്കിൽ, എവിടെയോ ഉറങ്ങിക്കിടക്കുന്നെങ്കിൽ, ദൗത്യത്തിൽ നിന്ന് പുറകോട്ടാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അന്തരംഗത്തെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യുദ്ധമുന്നണിയിൽ നിൽക്കേണ്ടവൻ അന്തപുരത്തിൽ ഉറങ്ങിപ്പോയി. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. പണ്ട് ശൗല് കുന്തവുമായിട്ട് നടക്കുമ്പോൾ ഈ പുള്ളിക്ക് ഉറക്കമില്ലായിരുന്നു. മലകളിലും ഗുഹകളിലും പാർക്കുമ്പോൾ ഉറക്കമില്ലായിരുന്നു. ഉറക്കമില്ലാതെ നടന്നവൻ കൊട്ടാരത്തിനകത്ത് കയറിയപ്പോൾ ഉറക്കം തുടങ്ങി. സ്തോത്രം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ശത്രു നിന്നെ ഒതുക്കിക്കളയാൻ വട്ടമിട്ട് നിന്നപ്പോഴും ഉറക്കമില്ലാത്ത രാത്രി നീ ഒത്തിരി വേറിട്ടിരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എവിടെയൊക്കെയോ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ നിന്നോടൊരു ദയ സ്വർഗത്തിനുണ്ട്. ഈ രാത്രി അവൻ തന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാ. ഈ രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ, ആരാധിക്കാൻ കൃപ ലഭിച്ചവർ, അഭിഷേകമുള്ള ദൈവജനം ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുത്. അവർ വായ് തുറന്ന് ഈ രാത്രി ശക്തിയോടെ, ഓ ജീസസ്, ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉറങ്ങല്ലേ, മയങ്ങി പോകരുത്. തകർത്തുകളയാൻ പദ്ധതികളുമായിട്ട് പിശാച് പുറകിലുണ്ട്. പൗലോസ് എന്താ പറയുന്നത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. ഇവിടെ ദാവീദ് മയങ്ങിപ്പോയി. ആ മയക്കം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മീകമായി നമ്മെ മയക്കുന്നത് എവിടെയൊക്കെയോ പരാജയപ്പെടുത്താനുള്ള പിശാചിന്റെ പദ്ധതിയാണ്. അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നീട് ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ പിന്നെ ഉറങ്ങിയ ദാവീദ് ഊരിയാവിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ്. സോദരം, 19 വാക്യങ്ങളൊക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഊരിയാവിനെ വിളിച്ചു വരുത്തി. പടക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഊരിയാവിനെ കൊട്ടാരത്തിലേക്ക് എന്തോ ചെയ്തു? വിളിച്ചു വരുത്തി. സോദരൻ, ഞാനൊരു ഇമാജിൻ പറയുകയാണ്. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ദാവീദ്. സോദരം, രാജാവ് ദാവീദ് എന്ന രാജാവ് ഈ ഊരിയാവിന് സ്വതന്ത്രം ഒരു ലീവ് ലെറ്റർ കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, യുദ്ധം നടക്കുന്ന സ്ഥലത്തു നിന്ന് ഇന്നുവരെ ഒരു പടയാളിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന് ലീവ് കൊടുത്തിട്ടില്ല. സ്വതന്ത്രം. യുദ്ധം നടക്കുമ്പോൾ ഒരു പട്ടാളക്കാരനും ലീവ് കൊടുക്കാറില്ല. അതിന് അപ്പം മരിച്ചാലും അമ്മ മരിച്ചാൽ പോലും ഒരു പട്ടാളക്കാരനും എന്തോ കിട്ടത്തില്ല, ലീവ് കിട്ടത്തില്ല. പക്ഷെ ഒരുവനെ ഇവിടെ ദാവീദ് വിളിച്ചു വരുത്തിയിട്ട് അവന് ലീവ് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഊരിയാവിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. പക്ഷെ ഊരിയാവിന് ആമേൻ ഇവിടം വിട്ട് പോകാൻ മനസ്സില്ല. ഊരിയാവ് സ്തോത്രം വീട്ടിലേക്ക് പോകുന്നില്ല, താൻ കൊട്ടാരത്തിൽ തന്നെ ഒതുങ്ങുകയാണ്. 2-3 വട്ടം ദാവീദ് ശ്രമിച്ചു, നടന്നില്ല, പോയില്ല പുള്ളി. പിന്നീട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ രസകരമായി കാണാൻ സാധിക്കും. സ്തോത്രം. ദാവീദ് ഊരിയാവ് പോകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ദാവീദ് അടുത്ത പരിപാടി എന്നാ ചെയ്തെന്നറിയാമോ? സ്തോത്രം, ഒരു കത്ത് എഴുതാൻ തുടങ്ങി.
പുള്ളി പിന്നെ എഴുത്താരംഭിച്ചു. സ്തോത്രം. ആർക്കെതിരെയാ? പറ. യോവാബിന് കത്തെഴുതുന്നത് ആർക്കെതിരെയാ? ഊരിയാവിനെതിരെയാ. സ്തോത്രം. ഊരിയാവിനെതിരായി ആമൻ യോവാബിന്റെ കയ്യിൽ കൊടുക്കാൻ കത്തെഴുതി. സ്തോത്രം. കത്തുകൊണ്ട് പോകുന്നവരാ? സ്തോത്രം. എൻ്റെ അച്ഛൻ ഇവൻ അറിയുന്നില്ല, ഇവന്റെ കൈക്കകത്തിരിക്കുന്ന ലെറ്റർ ഇവനെ കൊടുക്കാനുള്ളതാണ്, ഇവനെ ഒതുക്കാനുള്ളതാണെന്ന്, ഇവനെ തകർക്കാനുള്ളതാണെന്ന്. നിന്റെ ഭൗതിക നന്മകളെ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങളെ തകർത്തുകളയാൻ, നിന്റെ തലമുറകളെ തകർത്തുകളയാൻ, നിന്റെ വെളിപ്പാടുകളെ തകർത്തുകളയാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രാത്രിയാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിന്റെ തലമുറകൾക്കെതിരായി എഴുതുന്ന രേഖകളെ ഇന്ന് രാത്രി നിന്റെ സഭയ്ക്കെതിരായി എഴുതുന്ന രേഖകളെ, നിന്റെ കുടുംബത്തിനെതിരായി എഴുതുന്ന രേഖകളെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു എന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുത്. ശബാന വൈദാരക ചസിയ. സ്തോത്രം. ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിരിക്കണം, ആരാധിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഇന്ന് രാത്രി ഇതിനകത്ത് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, ആരോഗ്യത്തോടെ ഇതിനകത്ത് നമ്മെ കൊണ്ടുവന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഉപയോഗിച്ച വാക്സിന് കൊണ്ടോ സാമൂഹിക അകലം പാലിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആമേൻ സാനിറ്റൈസർ കൊണ്ട് കൈ കഴുകിയതൊന്നുമല്ല ഇതിനകത്ത് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മെ സൂക്ഷിച്ചത്. ആരോഗ്യത്തോട് ഇതിനകത്ത് കൊണ്ടുവന്ന നിന്നെ ആമേൻ സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മടിക്കാതെ വായ് തുറന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ശക്തിയോടവൻ ആരാധന കൊടുക്കട്ടെ. യുദ്ധം ചെയ്യേണ്ട ഊരിയാവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ഊരിയാവിന്റെ മുന്നിൽ അഭിനയിച്ച് പരാജയപ്പെട്ട ദാവീദ് അടുത്ത ആമൻ കുടുക്കൊണ്ടാക്കിയ എന്താ, ഊരിയാവിനെ പടക്കളത്തിലിട്ട് കൊന്നുകളയാൻ രേഖ എഴുതാൻ തുടങ്ങി. സ്തോത്രം. എഴുത്തെഴുതാൻ തുടങ്ങി. യോവാബിന് കൊടുക്കാൻ ഒരു എഴുത്ത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ഈ കത്ത് ചുമക്കേണ്ട ഗതികേട് ഊരിയാവിനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ട ഊരിയാവ് അറിയുന്നില്ല ഇവനെ കൊടുക്കാനുള്ളത് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതെന്ന്, ഇവനെ ഒതുക്കാനുള്ളത് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇതെല്ലാം സ്വർഗം കാണുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി രേഖകൾ ഉണ്ടാക്കിയാലും, ആരൊക്കെ നിനക്കെതിരായി എഴുതിയാലും, നിനക്കെതിരായി വലവിരിച്ചാലും, നിനക്കെതിരായി കുഴി കുഴിച്ചാലും നിന്നെ തകർക്കാൻ ഒരു ശക്തിയെയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയോടെ ആരാധിച്ചു തുടങ്ങട്ടെ. നിന്റെ തലമുറകളെ കുടുക്കിക്കളയാൻ, നിന്റെ നന്മയെ കുടുക്കിക്കളയാൻ, നിന്റെ വാഗ്ദത്തത്തെ ഒതുക്കിക്കളയാൻ ശത്രു ഉണ്ടാക്കുന്ന ചില രഹസ്യ പദ്ധതികളെ ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് തകർക്കുകയാ, സ്വർഗം ഇതിനകത്ത് അതിനെ ഉടച്ചു കളയുകയാ. ആത്മാവിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രി ഇത് നിന്റെ വിടുതലിന്റെ തുടക്കമോ, ഇത് നിന്റെ ജയത്തിന്റെ തുടക്കമോ, ഇതൊരു മാറ്റത്തിന്റെ തുടക്കമോ? വിശ്വസിച്ചാമൻ പറയട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. ഊരിയാവിനെ പടക്കളത്തിലിട്ട് കൊന്നുകളയാൻ തന്ത്രമൊരുക്കിയ ദാവീദ്. സ്തോത്രം. പക്ഷെ സ്വർഗം അടങ്ങിയിരുന്നില്ല കേട്ടോ. ഊരിയാവിനെ കൊന്നു, ഊരിയാവ് മരിച്ചു വീണു. പക്ഷെ സ്വർഗം അടങ്ങിയിരുന്നില്ല. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിലോട്ട് ചെല്ലുകയാണ്. സ്തോത്രം. ഒരു സൗമ്യനായ പ്രവാചകനാ.
നാഥാൻ ചെന്നിട്ട് പുള്ളി ദൂത് പറയുന്നത് ഈ യെശയ്യാവിനെ പോലൊന്നും അങ്ങനെ കട്ടിയായിട്ടൊന്നും അല്ല തുടങ്ങുന്നേ, യെരമ്യാവിനെ പോലെ നിലവിളിച്ചും കരഞ്ഞൊന്നും അല്ല തുടങ്ങുന്നേ. നാഥാൻ അങ്ങോട്ട് ചെന്ന് തുടങ്ങിയത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. സോദരൻ, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളി ഒരു കഥ പറഞ്ഞങ്ങോട്ട് തുടങ്ങി. കഥ പറഞ്ഞു തുടങ്ങി. കഥ നമുക്കറിയാലോ. സോദരം, ഒരു ധനികനായ മനുഷ്യന് കുറെ ആടുകളുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ആടുണ്ട്. ഒരു വീട്ടിലെ അംഗത്തെ പോലെ അവൻ അതിനെ നോക്കുകയാണ്. ധനികനായ മനുഷ്യന്റെ വീട്ടിലേക്ക് കുറെ ആളുകൾ വന്നപ്പോൾ, വിരുന്നുകാരെത്തിയപ്പോൾ, ധനികനായ മനുഷ്യൻ അവന്റെ വീട്ടിലുണ്ടായിരുന്ന ആടുകളെ പാകം ചെയ്ത് കൊടുക്കാതെ പാവപ്പെട്ട മനുഷ്യന്റെ ആടിനെ പിടിച്ച് അറുത്ത് പാകം ചെയ്ത് കൊടുത്തു. ഇത് കേട്ടതും ദാവീദ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരാ ഇവൻ? ഇവൻ മരണത്തിന് യോഗ്യനാ. അത് പറഞ്ഞതും നാഥാന്റെ മുഖം മാറി, നാഥാന്റെ ഭാവം മാറി. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് നീയാ. ആമേൻ. ആത്മാവിൽ നാഥാൻ ദാവീദിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ രാജാവൊക്കെയാ ശരിയാ, പക്ഷെ വിറച്ചുപോയി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒന്നുമില്ല. ആത്മാവ് നമ്മുടെ മേൽ വിരൽ ചൂണ്ടിയാൽ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ പറ്റത്തില്ല. അത് സമ്മതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നാഥാൻ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത് നീയാ. ദാവീദ് അവിടെ വിറങ്ങലിച്ചുപോയി. സ്വത്രം. അതുവരെ അഭിനയിച്ചിരുന്ന പുള്ളി വേഷവല്ലോ അഴിച്ചു വെച്ചു, ദൈവസന്നിധിയിലോട്ട് വീണു സാഷ്ടാംഗം. സ്വത്രം. പെന്തക്കോസ്ത് ഇന്ന് വേഷം കെട്ടലാന്നേ പറയുന്ന സങ്കടമുണ്ട്. പുറത്തോട്ടല്ലല്ലോ, കൺവെൻഷൻ അല്ല, അകത്തല്ലയോ? അകത്ത് പറയാം കുറച്ചൊക്കെ. സ്വത്രം. പെന്തക്കോസ്ത് മൊത്തം വേഷം കെട്ടാ. അവൻ അഭിനയമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, എന്റെ പ്രിയപ്പെട്ടവർ, ഇതിനകത്തുള്ള ദൈവമക്കൾ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രിയരെ, ദൈവശബ്ദത്തിന്റെ മുൻപിൽ നടുങ്ങുന്നവരാകണം, ദൈവശബ്ദത്തിന്റെ മുൻപിൽ കീഴടങ്ങുന്നവരാകണം, ശബ്ദത്തിന്റെ മുൻപിൽ വിധേയപ്പെടുന്നവരാകണം. ആത്മാവ് വിരൽ ചൂണ്ടിയപ്പോൾ അഭിനയം അഴിച്ചു വെച്ച് ദാവീദ് ദൈവസന്നിധിയിൽ വീഴുകയാ. ശബനഘടകസിയ. മറുതലിക്കാൻ കരുത്തു ദാവീദിനില്ല. രാജാവൊക്കെ ശരിയാ, പക്ഷെ വിരൽ ചൂണ്ടിയതും മഹാരാജാവാ. രാജാവ് കീഴടങ്ങി. എന്നിട്ട് 51-ാം സങ്കീർത്തനം, അവിടേക്ക് വരാം. 51-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ദാവീദ് പറയുക, എന്നെ എന്തോ ചെയ്യണം? നന്നായി കഴുകണം. സ്വതന്ത്രം. ദാവീദ് എന്ന ഭക്തൻ പറയുക, എന്നെ നന്നായി കഴുകണം. സ്വതന്ത്രം. എനിക്കൊരു കഴുകൽ ആവശ്യമാണ്, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു നല്ല ആത്മീകന് മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, എനിക്കൊരു കഴുകൽ ആവശ്യമാണ്. കാരണം എപ്പോഴും ദൈവസന്നിധിയിൽ മാനസാന്തരമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അവന്റെ വരവിന്റെ ശബ്ദം എപ്പോഴാണെന്ന് അറിയില്ല പ്രിയരെ. കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ എപ്പോഴും മാനസാന്തരമുള്ളവരായിരിക്കണം. ദാവീദ് പറയാം, എന്നെ ഒന്ന് കഴുകണം. എന്നെ എന്തോ ചെയ്യണം? എന്നെ നന്നായി കഴുകണം. സ്വതന്ത്രം. ചുമ്മാ ഒന്ന് കഴുകിയ പോരെന്നേ. ഒരു ചെറിയ കഴുകലല്ല ഭക്തൻ ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രം. എന്നെ നന്നായി കഴുകണം. എന്തിനാ നന്നായി കഴുകുന്നതെന്നറിയാമോ? വായിച്ചു. എന്റെ അകൃത്യം എന്തോ ചെയ്യണം? എന്നെ നന്നായി കഴുകുന്നതിന്റെ കാരണം എന്റെ അകൃത്യമെല്ലാം എന്തോ ചെയ്യണം? പോകണം. അകൃത്യം പോകണം. അടുത്തേ, എന്റെ പാപം നീക്കി എന്നെ. സ്വതന്ത്രം. വെടിപ്പുള്ള ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, വെടിപ്പുള്ള കൈകളോടുകൂടെ ദൈവസന്നിധിയിൽ എനിക്ക് അടുത്തു വരണം. എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കണം. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ദൈവമായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് എനിക്ക് നിങ്ങളേക്ക് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു,
എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. അടുത്തേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ എന്തോ ചെയ്യുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടം. ദാവീദ് പറയുന്നത് എൻ്റെ ലംഘനങ്ങളെ ഞാൻ, നമുക്ക് മറ്റുള്ളവരുടെ ലംഘനമേ മിണ്ടുന്നില്ല നിങ്ങൾ. സ്തോത്രം. ലോകത്തുള്ള സകല മനുഷ്യരുടെ, സകല പാസ്റ്റർമാരുടെ ലംഘനങ്ങൾ നമുക്കറിയാം, കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ കാര്യം നമുക്ക്, സ്തോത്രം. പക്ഷെ ദാവീദിന്റെ പ്രത്യേകത, എൻ്റെ ലംഘനങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതാവശ്യം. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയണം പ്രിയരെ. പ്രൈസ് ലോർഡ്. കാര്യം ആമേൻ, എന്നെ നന്നായി അറിയുന്നത് എൻ്റെ അടുത്തിരിക്കുന്നവരല്ല, എന്നെ നന്നായി അറിയുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ വീഴ്ച എവിടാന്ന് എനിക്കറിയാം, എൻ്റെ കുറവ് എവിടാന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനത എവിടാന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ചിന്തയും എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളൊന്നും മറ്റൊരാൾക്കറിയില്ല. അതെല്ലാം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എന്താണെന്ന് എനിക്ക് എന്നെ നന്നായി അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പറയും, എൻ്റെ ലംഘനങ്ങളെ ഞാൻ എന്തോ ചെയ്യുന്നു, ഞാൻ അറിയുന്നു. ആ മനുഷ്യന്റെ സമർപ്പണം കണ്ടോ, ദൈവസന്നിധി വീഴുന്നത് കണ്ടോ. ഇവിടെ ദാവീദിന് അഭിനയമില്ല കേട്ടോ, ഇവിടെ അഭിനയമില്ല, ഇവിടെ അഭിനയമില്ല. അടുത്തത്, എൻ്റെ പാപം എപ്പോഴും, ഭയപ്പെടുകയാ ദാവീദ്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ അവസ്ഥ നോക്കിക്കേ. സ്തോത്രം. മുൻപിലിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷ, അതിന്റെ ന്യായവതി അവനെ തുറിച്ചു നോക്കുകയാ, അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ പാപം ദാവീദിന്റെ മുൻപിലിരിക്കുമ്പോൾ അതിന്റെ ശിക്ഷയും ന്യായവതിയും ദാവീദിനെ തുറിച്ചു നോക്കുമ്പോൾ ദാവീദിന്റെ അന്തരംഗം നടുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്തേ, അവിടെ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ എന്തോ ചെയ്തു. സ്തോത്രം. ദാവീദ് പറയും, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എത്ര വാസ്തവമായ പ്രാർത്ഥന, എത്ര വാസ്തവമായ പ്രാർത്ഥന. അല്പം മുമ്പുള്ള അഭിനയമൊക്കെ അഴിച്ചു വെച്ചു ദൈവസന്നിധിയിൽ ആ മനുഷ്യൻ വീഴുകയാ. ഹല്ലേലൂയ. ഒരു മർമ്മം ഞാൻ പറയാം. ആമേൻ. അഭിനയം അഴിച്ചു വെച്ച് ദൈവസന്നിധി സാഷ്ടാംഗം വീണ ദാവീദിനെ യേശുക്രിസ്തുവിന്റെ വല്യപ്പൻ എന്ന വംശാവലിയിൽ സ്വർഗം എഴുതി ചേർക്കുകയാ. ആമൻ. പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് കുറ്റം ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം വീണ് മടങ്ങി വന്ന ദാവീദിനെ സ്വർഗം തള്ളിക്കളയുന്നില്ല. യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് യേശുക്രിസ്തുവിന്റെ ആ വല്യപ്പൻ എന്ന പദവിയിലേക്ക് സ്വർഗം ദാവീദിനെ എടുത്തു വെക്കുകയാണ്. ഇന്ന് രാത്രി മടങ്ങി വരുന്ന നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. മടങ്ങി വരുന്നവനെ ഒതുക്കാൻ, അവൻ മടങ്ങി വരുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവനെ ഉയർത്തുന്ന, അവരെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേരുന്ന് രാത്രി ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ അങ്ങയ്ക്ക് എന്നെ കുറിച്ചുള്ള ഹിതം എന്താണ്, അങ്ങയ്ക്ക് എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ്. ഇന്ന് രാത്രി എന്നെ വിധേയപ്പെടുത്തുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്റെ മേൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഈ രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ ആത്മാവിൽ വിളിച്ചു പറയാൻ ചില കുടുംബങ്ങൾക്കകത്ത് വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ഇതൊരു പ്രവാചക ഭാഷയല്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ആലോചന ഇന്ന് രാത്രി കൈമാറുകയാ. നിങ്ങളുടെ തലമുറകൾക്കകത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ ദൈവാത്മാവ് കൈമാറുകയാ. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ കൈമാറുകയാ. ചില ശൂന്യതകളെ ഈ രാത്രി ദൈവാത്മാവ് പണിയാൻ പോവുകയാ. നിന്ദകളെ എടുത്തു മാറ്റിക്കൊണ്ട്, അപമാനങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് നിന്റെ യാഗത്തിൽ ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ആത്മാവിൽ നീ അറിയുന്നെങ്കിൽ, അനുഭവിക്കുന്നെങ്കിൽ മൗനമായിരിക്കരുത്. ഈ രാത്രി വലിയ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു.
എല്ലാ കരകളും അടിച്ച ശക്തിയോടെ ചില മിനിറ്റുകൾ ആത്മാവിൽ ഇന്ന് രാത്രി ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്. ദൈവാത്മാവ് നിങ്ങളെ തൊടുകയാണ്. പ്രാപിച്ച കൃപയിൽ ഇന്ന് രാത്രി നീ പുറത്തു വാ. ഈ രാത്രി നീ പുറത്തു വാ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. നിന്റെ ആത്മീക മണ്ഡലത്തെ ഒതുക്കിയ, നിന്റെ ശുശ്രൂഷകളെ ഒതുക്കിയ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കിയ, നിന്റെ നന്മകളെ ഒതുക്കിയ ഇരുളിന്റെ ആധിപത്യങ്ങളെ ഇന്ന് രാത്രി പൊട്ടിച്ച് ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. ധുരാജരാധന, അധുരാജകൽഖരാധന, വൈശാരഗസ്യാധന, വൈശാരഗന രഗൽഖരാധന, വൈഡാരഗനഗടഗസിഹ, ശോറാബന ഹതുരാധന. ഈ രാത്രി ശക്തിയോടെ ഒരു ആത്മമണ്ഡലം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. Yes. 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 Ora karabaraba. Vaidaregal karadana. അധുരാജകൾ ഖരാധന വൈശാമനഗടഗസിയ. നിലവിളിച്ചടുത്തു വരുന്നവന്റെ ചരിത്രത്തെ മാറ്റാൻ, അവരുടെ മുഖഛായ മാറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ രാത്രിയിൽ അവന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എന്റെ പ്രിയരെ, വളരെ വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയാം, ഈ പുൽപ്പത്തിനകത്ത് ചലിക്കുന്ന ഒരു വലിയ അഭിഷേകത്തിനകത്ത് ഞാൻ നിൽക്കുന്നത്. ഈ രാത്രി നിറഞ്ഞു നിൽക്കുന്ന ഒരഭിഷേകത്തിനകത്ത് ഞാൻ നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അത് ഈ ആലയത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. അഭിഷക്തന്മാരുടെ സാന്നിധ്യം ഇന്ന് രാത്രി ആലയത്തിനകത്തുള്ളപ്പോ ആ അഭിഷേകത്തിന്റെ പകർച്ച ഈ രാത്രി ഇതിനകത്ത് ചലിക്കുകയാ. ഈ രാത്രിയിൽ ഒരു വിടുതൽ കർത്താവ് എനിക്ക് നൽകുന്നു എന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അവൻ ആരാധിക്കുന്നതിൽ ദാവീദ് അഭിനയിക്കാറില്ല. ആരാധിക്കുന്നതിൽ ദാവീദ് എന്ത് ചെയ്യാറില്ല? അഭിനയിക്കാറില്ല. വായിക്കാൻ നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 6-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആ ആ മതി. സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. പെട്ടകം കുന്നിൻ മുകളിലുള്ള അബീനാദാബിൻ്റെ വീട്ടിലിരിക്കുന്നു. ഈ പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ദാവീദ് പുറപ്പെടുക. ദാവീദ് ആരെ കൊണ്ടാണ് പോകുന്നത്? പറഞ്ഞു 30,000 വരുന്ന ബിരുദന്മാരെ കൊണ്ടാണ്. എത്ര ഉണ്ട് ബിരുദന്മാര്? 30,000 ഉണ്ട്. എന്നിട്ടും പെട്ടകം ഇസ്രായേലിൽ വന്നോ? ഇല്ല. അപ്പൊ ബിരുദന്മാരെ കൊണ്ട് പെട്ടകം കൊണ്ടുവരാൻ എന്തോ ചെയ്യത്തില്ല, പറ്റത്തില്ല. സ്വതന്ത്രം ബിരുദന്മാരെ കൊണ്ട് പെട്ടകം കൊണ്ടുവരാൻ ദാവീദ് പുറപ്പെട്ടു. അബീനാദാബിന്റെ വീട്ടിൽ ചെന്നു. അവിടെ നിന്ന് പെട്ടകമായി വരികയാണ്. ഈ പെട്ടകമായി വരുമ്പോൾ സ്വതന്ത്രം രസകരമായ പല സംഭവങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ തന്നെ വളരെ ഭയപ്പെടേണ്ട സംഭവങ്ങളുമുണ്ട്. സ്തോത്രം. ഈ പെട്ടകത്തിനൊപ്പം സഞ്ചരിക്കുന്നത് ആരാ?
അബിനാദാബിൻ്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും പുതിയ വണ്ടി എന്ത് ചെയ്തു? തെളിയിച്ചു. കാരണം ഞങ്ങളുടെ വീട്ടിലിരുന്നില്ലയോ? സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ പെട്ടകത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ വീട്ടിലിരുന്ന പെട്ടകം. സ്തോത്രം. ഇവർ രണ്ടുപേരും എന്തോ ചെയ്തു? മുന്നേ നിന്ന് തെളിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ സമയത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് കാള എന്ത് ചെയ്തു? വരണ്ടു. കാള വരണ്ടു എന്ന് പറയുമ്പം പെട്ടകം എടുക്കേണ്ടതാരാ? പെട്ടകം എടുക്കേണ്ടത് കെഹാത്യര, ലേവ്യരായ കെഹാത്യര. നിയമം തെറ്റിച്ച് പെട്ടകം എവിടെ കയറ്റി? കാളവണ്ടി കയറ്റി. സ്തോത്രം, സ്തോത്രം. ദൈവം വച്ച വ്യവസ്ഥയും നിയമത്തെയും ഇവരെന്തോ ചെയ്തു? ലംഘിച്ചു, മറിച്ചു കളഞ്ഞു. സ്തോത്രം. അവരവരുടെ താല്പര്യം അനുസരിച്ച്. കാരണം 30,000 പേരൊക്കെ ഉണ്ടല്ലോ. ഇത്രയും പേരുള്ളപ്പോൾ പെട്ടകം എന്ത് ചെയ്യും? ഇനി പോരുമെന്നാ ചിന്തിച്ചേ. ഇന്നലകളിൽ പെട്ടകം ചുമന്ന് തോളിൽ തഴമ്പുള്ള കെഹാത്യർ നെഞ്ചു പിടഞ്ഞ് നോക്കി നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കാരണം ഈ പെട്ടകം ചുമന്നും മരുഭൂമിയിൽ ഈ പെട്ടകം ചുമന്ന് ഇതിന് ദൈവം തെരഞ്ഞെടുത്ത, ഇതിനു വേണ്ടി കരഞ്ഞ നിലവിളിച്ച് പിന്നിൽ ഒത്തിരി ഇടിവിലിരുന്ന് മുട്ടിന്മേൽ കരഞ്ഞ് അധ്വാനിച്ച് കെഹാത്യർ ഇതിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ പെട്ടകം കാളവണ്ടിയിലേക്ക് കയറ്റി. വില കൊടുത്തവൻ പിന്നിലുള്ളപ്പോൾ ചുമന്ന് ചുമന്ന് ആ ഭാരം അവൻ ചുമന്നവൻ പിന്നിലുള്ളപ്പോൾ ദൈവം കൊടുത്ത നിയമത്തെ മറിച്ച് അത് കാളവണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഇന്ന് രാത്രി അവൻ നിയമത്തെ തെറ്റിക്കാൻ, വ്യവസ്ഥയെ തെറ്റിക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അവൻ കെഹാത്യർ ചുമക്കാൻ നിയമിക്കപ്പെട്ടവരാണ്. ദൈവം അവരെ അഭിഷേകം ചെയ്തതാണ്. പക്ഷേ ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് പെട്ടകത്തെ എവിടെ കയറ്റി? കാളവണ്ടി കയറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഒരു പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടു. സ്തോത്രം. കച്ചി കണ്ടപ്പോൾ കാള വെപ്രാളപ്പെട്ട് ഓടി. ഈ സമയത്ത് പെട്ടകം ചരിഞ്ഞതാണെന്ന് ഒരു പുള്ളിക്കാരൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു പരിഭാഷയ്ക്കകത്ത് ഞാൻ കണ്ടു. ആ സമയത്ത് കൊയ്ത്ത് കാലമാകിയാൽ ആ കൊയ്ത്ത് കച്ചിയും ഇതൊക്കെ കണ്ടപ്പോൾ കാള ആ വിധത്തിൽ തിരിഞ്ഞപ്പോഴാണ് പെട്ടകം ചരിഞ്ഞതെന്ന്. എന്തുമായിക്കോട്ടെ, ഞാനൊന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. പെട്ടകം ചുമക്കാൻ നിയമിക്കപ്പെട്ടവൻ നിൽക്കുമ്പോൾ അത് കാളവണ്ടി കയറ്റിയാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം അത് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാമൻ പെട്ടകം ചരിഞ്ഞപ്പോൾ ഉസ എന്തോ ചെയ്തു? പുള്ളി അരിച്ച് ഇത്രയും നാൾ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നേ ഇല്ലയോ, അതുകൊണ്ട് പെട്ടകത്തെ എന്ത് ചെയ്തു? സ്തോത്രം, സ്തോത്രം. വീട്ടിൽ പെട്ടകമൊക്കെ ഇരുന്നതാ, പക്ഷെ തൊടാൻ നിനക്ക് അനുവാദമില്ല. തൊടാനും ചുമക്കാനും നിയോഗിക്കപ്പെട്ടവൻ അപ്പുറത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉസ പെട്ടകത്തെ തൊട്ടു. പെട്ടകം അവനെ എന്ത് ചെയ്തു? ഛേദിച്ചു. അതോടുകൂടി ദാവീദ് എന്തോ ചെയ്തു? ഭയപ്പെട്ടു. പെട്ടകം എവിടെ കൊണ്ടുവച്ചു? ഓബേദെദോമിന്റെ ഭവനത്തിൽ. എൻ്റെ പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, ഇവരെന്തോ ഓർത്ത ഈ ഓബേദെദോമിന്റെ ഭവനത്തിൽ പെട്ടകം കൊണ്ടുവച്ചത്? മനസ്സിലാകുന്നില്ല. സ്തോത്രം. തൊട്ടവനെ പെട്ടകം എന്ത് ചെയ്തു? തൊട്ട ഉസയെ പെട്ടകം പറഞ്ഞു തട്ടി. നോക്കിയവരെ പെട്ടകം എന്ത് ചെയ്തു? 50,000-ലധികം വരുന്ന ആളുകളെ പെട്ടകം എന്ത് ചെയ്തു? അച്ഛാ തട്ടി. നോക്കുന്നവനെ കൊല്ലുന്ന പെട്ടകം, തൊടുന്നവനെ കൊല്ലുന്ന പെട്ടകം. ഈ പെട്ടകം കൊണ്ട് ഓബേദെദോമിന്റെ വീട്ടിലാണ് വെച്ചത്. നാട്ടുകാർക്ക് ഇവനോട് വല്ല കരുണ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെട്ടകം അങ്ങോട്ട് കയറ്റൂ. സ്തോത്രം പറയുന്നില്ല നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പെട്ടകം അകത്തു ചെന്ന് ഓബേദേദും കുടുംബവും തകർന്നു പോയാലും ഇവർക്ക് പ്രശ്നമല്ല. സ്വത്രം. ഓബേദേദോം പോകുന്നൊന്നും വിഷയമല്ല, പെട്ടകം അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തമ്പുരാന്റെ പദ്ധതി പെട്ടകം അകത്തു വന്നപ്പോൾ മുതൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഓ ജീസസ്, ഹല്ലേലൂയ. നീ തകർന്നു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞു വെച്ചതാ. നീ പോകുന്നെങ്കിൽ, നീ ഇല്ലാതാകുന്നെങ്കിൽ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞു വെച്ചതാ. അവൻ നിന്റെ ഒരു അഡ്രസ്സിന് ദേശത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചതാ. പക്ഷെ ആ പെട്ടകം അകത്തു വന്നപ്പോൾ മുതൽ ഇവന്റെ ചരിത്രം മാറാൻ തുടങ്ങി, ഇവന്റെ അഡ്രസ് മാറാൻ തുടങ്ങി, ഇവന്റെ തലമുറയുടെ അവസ്ഥ മാറാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ കൃപയകത്തു വന്നത് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടത് നമ്മുടെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, അത് സമ്മതിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടകമകത്തു വന്നതിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കൊണ്ടുവച്ചതിൽ അവർക്ക് വലിയ ഇല്ലായിരിക്കാം അവനോട്. പക്ഷേ ആമൻ, നാട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിലും, കൂട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിലും, ബന്ധുക്കൾക്ക് താല്പര്യമില്ലെങ്കിലും കർത്താവിന് അവനോട് താല്പര്യമുണ്ട്. ഇന്ന് രാത്രി ആരോട് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്നോട് താല്പര്യമില്ലാത്തവരുണ്ടായേക്കാം, നിന്നോട് താല്പര്യമില്ലാത്ത കൂട്ടുകാരുണ്ടായേക്കാം, ചാർച്ചക്കാരുണ്ടായേക്കാം, വീട്ടുകാരുണ്ടായേക്കാം, നാട്ടുകാരുണ്ടായേക്കാം. പക്ഷെ നിന്നോട് താല്പര്യമുള്ള ഒരു സ്വർഗത്തിന്റെ ശബ്ദമാണ് ഈ രാത്രി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ നിന്നെ താല്പര്യമില്ലെങ്കിലും നിന്നെ താല്പര്യമുള്ള ഒരു ദൈവം നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? അവർ ആ കരങ്ങൾ ഒന്നാടിച്ച്